ഞാനൊരിക്കൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു കുട്ടി, അത്യാവശ്യം +2 എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്ന ഒരു കുട്ടി. എന്നിട്ട് സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്കിളിനെ എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ ഷീജയുടെ മോൾ അങ്കിളിൻ്റെ കൂടെ പഠിച്ച. ഞാൻ ഇങ്ങനെ വളരെ പ്രായമൊന്നും ആയാലും നിൽക്കുകയായിരുന്നു. ഈ പെമ്പിള്ളേർ നേരത്തെ കല്യാണം കഴിക്കണം, നമ്മളെന്താണ്? അല്ല, അത് പക്ഷേ കുഴപ്പമില്ല. ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ശേഷാരുടെ പ്രായമൊക്കെ ഉള്ളൂ. അത് ഷീജ മനസ്സിലായി. എന്നോട് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. ഞാൻ പ്രീ ഡിഗ്രി എന്ന് പറയില്ല, +2. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകടാ. ചിലപ്പോൾ അറിയാതെ വീണു പ്രീ ഡിഗ്രിന്ന്. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പെട്ടുപോകത്തില്ലേ ഇങ്ങനെയൊക്കെ. ചേട്ടനെ കൂടെ പഠിച്ചവർ എന്തായാലും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കാണും അവിടെ തന്നെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ ഇങ്ങനെ യങ്ങായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ചേട്ടൻ്റെ കൂടെ പഠിച്ചൊരു ചേച്ചി കുറച്ച് നരയൊക്കെ വന്നിട്ട് കുറച്ച് അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, പറയാ ഇങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോഴേ വെളിയിരിക്കുമ്പോൾ, എടാ അനീഷ എനിക്ക് നിനക്ക് പരിചയമുണ്ടോ? പക്ഷേ ഭാഗ്യത്തിന് കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടാ. നമ്മുടെ അവിടെ പയ്യന്മാരെല്ലാം ചുള്ളന്മാരാണ്. അവന്മാരെല്ലാം അത്യാവശ്യം ബോഡിയൊക്കെ നോക്കി അന്തതായിട്ട് നിൽക്കണം. അതെൻ്റെ പുണ്യം. പിന്നെ എൻ്റെ കൂടെ ഒരു വേർത്തനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിജു, അവൻ്റെ മുടിയെല്ലാം പോയി ചെറിയ നരയൊക്കെ വന്നു. ഞാൻ ഇവിടെ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിൻ്റെ ഏറ്റവും ഇളയനുണ്ടല്ലോ അവനും ഞാനുമാണ് കൂട്ടുകാരായിട്ട് ബന്ധമില്ല, നമ്മളെ പഠിച്ചിട്ടേ ഇല്ല. നീ അവിടെ വന്നിട്ട് അളിയ ഒന്ന് വിളിക്കരുത്, മച്ചമ്പി ഒന്നും വിളിക്കരുത്, അനിയ എന്ന് വേണേൽ വിളിച്ചോ. ചുമാറിനാണ്. അല്ല ചേട്ടാ, ചില വേദികളിൽ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അവരൊക്കെ നിൽക്കുന്ന സമയത്ത് അനീഷ എന്തുകൊണ്ട് വിശ്വാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തായിരിക്കും ചേട്ടാ റിയാക്ട്? പക്ഷേ അത് കൂടെ പഠിച്ചവരെ കാണാൻ ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്. കാരണം അതൊക്കെ ഒരു വലിയ നിമിഷങ്ങളാണ്. ഇപ്പോഴും എൻ്റെ 1ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച് ഞാൻ ഇപ്പോഴും ദുബൈയിൽ പോയപ്പോഴത്തേക്ക് അവനാണ് എന്നെ ഒന്ന് പിക്ക് ചെയ്യുക. റിഗീതൻ രാജേഷ്. ഞങ്ങൾ 5 വയസ്സുള്ള സമയത്ത് കൂട്ടുകാവുന്നതാണ്. രാജേഷ് ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റാണ് ആറ്റിങ്ങിൽ, റിഗീതൻ ഗൾഫിലാണ്. അപ്പം ഞങ്ങൾ ബിജു എന്നൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾ ഈ 4-5 വയസ്സ് തൊട്ടുള്ള കൂടെ. ഇപ്പോഴും എൻ്റെ സൗഹൃദം വെച്ചാൽ അതൊക്കെ തന്നെയാണ്. ഇൻഡസ്ട്രി വന്ന് എനിക്ക് അധികം സൗഹൃദങ്ങളൊന്നുമില്ല. എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ്, ആരുമായിട്ട് ദേഷ്യമില്ല, പിണക്കമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നോ അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോഴും അവരുടെ ഇൻ്റർവ്യൂ എടുക്കണം, എൻ്റെ യഥാർത്ഥ കാര്യം അറിയാനായിട്ട് കാര്യങ്ങൾ കുറച്ച് അറിയണം. ചേട്ടാ, ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഈ വയസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മമ്മൂക്ക ഒരു വേദി നിന്നപ്പോൾ മമ്മൂക്കയുടെ കൂടെ പഠിച്ച കുറേ പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ടെൻഷൻ കൊണ്ട് മുടി നരച്ചു, എനിക്ക് ടെൻഷനില്ല, ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും യങ്ങായിട്ടിരിക്കുന്നത്. അവരെ നോക്കുമ്പോഴും മമ്മൂക്കയെ നോക്കുമ്പോൾ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ, കാര്യം 70-70+ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ചേട്ടനെ കാണുമെന്നല്ല പറഞ്ഞ ചേട്ടാ. അപ്പോൾ ആ സ്റ്റേജിൽ കാണുന്ന പോലെ ഫീല് ചേട്ടനെ എനിക്ക് കാണുന്നത് വെച്ചാൽ ചേട്ടനിപ്പോൾ ഒരു 45 വയസ്സ് കാണും, 40. എടാ, ഇതിലൊക്കെ എന്തിരിക്കുന്നത്? ഇതാണോ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? അല്ല, എനിക്കറിയാൻ തന്നെ. അല്ല, ഞാൻ കറങ്ങിത്തിരിഞ്ഞ് അതിലേക്ക് ഒന്നല്ല. അല്ല, ഞാൻ പറഞ്ഞു കേട്ടോ, ഇപ്പോഴും ആൾക്കാരുടെ ചോദ്യം ഉണ്ട് അങ്ങനെ. ഇപ്പം ഈ ഇൻ്റർവ്യൂ ഇടുമ്പോൾ ചോദിക്കും, എന്താണ് അനീഷ് ഇത്രയും യങ്ങായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അത് എൻ്റെ കഷ്ടപ്പാടുണ്ട്, അതെൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് രാവിലെ അന്തസ്സായിട്ട് വർക്കുണ്ട്. ഇപ്പം തന്നെ സമാധാനം എനിക്ക് കുറേ പിടിച്ചിരിക്കുന്നു. അയ്യോ, ചുമച്ച ഇനിയിപ്പോൾ അനീഷിന് TV എന്ന് പറഞ്ഞാലേ. അയ്യോ, TV ഒന്നുമില്ല. അല്ല, പണ്ടൊരിക്കൽ അറിയാമല്ലോ, ഞാൻ ഇതിനകത്ത് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഈ അളിയൻസിൻ്റെ പ്രത്യേകം അറിയാമല്ലോ, ഇതിനകത്ത് അച്ഛനും മകനും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു അപ്പിയറൻസ് വേറെയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ കൊറോണ കാലത്ത് നമ്മൾ രാജേഷിനെ ഡയറക്റ്റ് ചെയ്ത ബാർബേറിയൻ സിദ്ധാന്തം എന്നൊരു ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയാണ്. അതിനകത്ത് ഞാൻ നരയൊക്കെ വന്ന് മൊത്തത്തിലുള്ള ഭയങ്കര ബോഡിയൊക്കെ ഹാങ് ഇങ്ങനത്തെ ഇരുന്ന് ഫുൾ ഇതായിട്ട് മുടിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ചെയ്തത്. നല്ലൊരു സംഭവം. ഞാനൊരു ബാർബറായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വന്നപ്പോഴത്തേക്ക് യൂട്യൂബിൽ ഒരിക്കൽ വന്നിരിക്കുകയാണ്. അത് നടൻ അനീഷ് ചെവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? നിങ്ങൾ കണ്ടോ? അപ്പോൾ ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കും. അത് സംഭവിച്ചാൽ ജൂൺ 1 ഈ ഡോക്ടേഴ്സ് ഡേക്ക് എന്നോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, മറക്കാനാകാത്ത എന്തെങ്കിലും ഈ ഡോക്ടേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പണ്ട് ഈശ്വർ സാറിനെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് തലവേദന വന്ന സമയത്ത് അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സർജറി എന്നൊക്കെ പേടിച്ചിരുന്നു. പക്ഷെ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം എന്നെ വളരെ ക്യൂർ ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞു. ഇത് ഇവരുടെ തന്നെ പ്രിൻ്റ് മീഡിയ വന്നപ്പോഴത്തേക്ക് അനീഷിൻ്റെ തലയിൽ ചെറിയൊരു മുഴയാക്കി, യൂട്യൂബുകാർ അതെടുത്ത് അങ്ങ് ബ്രെയിൻ ട്യൂമറാക്കി. ചിലർ കീറി, ചിലർ പൊളിച്ച്, ചിലർ മാന്നെടുത്ത്. അവസ്ഥ കണ്ടോ? അതെല്ലാ വർഷം വരുന്നുണ്ട്. ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, എങ്ങനെ കുറവുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നും. ഞാൻ പറയാം, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ TV നോക്കൂ, എല്ലാ ദിവസവും ഞാനുണ്ട്. അല്ലെങ്കിൽ ഇത്ര ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റുമോ? TV നോക്ക അസുഖം കുറവുണ്ടോന്ന്. കുറവുണ്ടോ, ഇപ്പം എങ്ങനെയുണ്ടോ, ഓക്കെ ആയോ, പഴയ പോലെ ആയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
പക്ഷെ സത്യത്തിൽ ഇപ്പോഴും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാം ഇതാരും കാണൂല, ആ പറയുന്ന പോർഷൻ മാത്രം കാണൂല, ബാക്കിയെല്ലാം കാണും. വീണ്ടും ആരെങ്കിലും ഇതൊക്കെ മനുഷ്യ സഹജമാണ് കേട്ടോ. എല്ലാവർക്കും ചിന്തിക്കുന്ന ചില ആൾക്കാർ നന്നാവണം, ചിലർക്ക് അസുഖങ്ങൾ വന്ന് അങ്ങനെ പോകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. അതെ 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 അങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ ചിലർ പറയും ഇപ്പൊ ചേട്ടൻ നന്നായിട്ടിരിക്കുന്ന ഒരാളാണ്, ചേട്ടൻ കള്ളു കുടിച്ചിട്ട് അവിടെ കിടന്ന അവൻ അങ്ങനെ കിടക്കട്ടെ, നന്നായിട്ട് അടക്കം പറയാം അവന്റെ ജാടയപ്പെടുത്തി കണ്ടില്ലേ, ഇങ്ങനെ പറയത്തുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ. അതെ അതെ. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം നെഗറ്റീവ് കുറവുള്ള ആൾ ഞാനാണ്. എനിക്കാണ് വലിയ വിമർശനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അധികം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാത്ത പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു പക്ഷം വന്നാൽ മറ്റേ ബാക്കി പക്ഷങ്ങളെല്ലാം നമുക്കെതിരാവുമല്ലോ. അതെൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് എൻ്റെ സബ്ജക്റ്റാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് എൻ്റെ മറുപടി ഉണ്ടാവും, ഞാൻ കൃത്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. മീൻസ് അപ്പോൾ ചോദിക്കും അപ്പോൾ സമൂഹത്തിൽ ഉള്ള കാര്യം നിൻ്റെ സബ്ജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അത് ഞാൻ ഇടപെടേണ്ട ഒരു സമയം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇടപെടും. ഞാൻ ഇടപെട്ടേ മതിയാവും അല്ലേ, എന്നാലേ മാറുള്ളൂ. ആ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. അതെ അതെ, അത് തീർച്ചയായിട്ടും. അതിപ്പോൾ എന്ത് ഇഷ്യൂ ആണെങ്കിലും ശരി തന്നെ. പ്രത്യേകിച്ചും രാഷ്ട്രീയം അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് വലിയ ആകെ എനിക്കറിയാമെന്നുള്ളത് ഈ അഭിനയവും ഇതിൻ്റെ കാര്യങ്ങളും ആങ്കറിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ. ഈ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനി മുതൽ ചേട്ടാ സത്യം ചെയ്യണം, കൈവേ ചേട്ടാ, ഇനി മുതൽ ഞാൻ വേദിയിൽ പോയാൽ ഞാൻ വൺ മാൻ ഷോ മാത്രമേ ചെയ്യുള്ളൂ. ആങ്കറിങ് അനീഷ് ഖാന് കൊടുക്കും. ആങ്കറിങ്ങും അനീഷ് തന്നെ ചെയ്യും. അനീഷ് ഖാൻ ഇത് രസത്തിന് പറഞ്ഞാണെങ്കിൽ ചേട്ടൻ്റെ ഷോസ് ഒക്കെ ഇനിയും എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1-2 ചെയ്തിട്ടുള്ളൂ. ആഗ്രഹങ്ങളുണ്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും വിളിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അനീഷ് എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിടാം, പുതിയതായിട്ടൊന്നും പറയാനില്ല. ഈ 1-2 സിനിമകളുടെ കാര്യമുണ്ട് പറയാൻ, പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് അല്പനേരം ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് വന്ന സന്തോഷം. ഒരിക്കലും നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ട് എവിടെ ചെന്നാലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ അടിയിലേക്ക് വന്നിട്ട് എന്നോട് കുശലം ചോദിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, പ്രാർത്ഥന. കുട്ടിക്കാലം മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാവുക എന്നുള്ളതാണ്. കുറേ പേർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും എൻ്റെ യാത്ര തുടരുന്നു. എൻ്റെ യാത്രയിലുടനീളം നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം പ്രാർത്ഥന ഉണ്ട്, ഞങ്ങളെപ്പോൾ കൂടെ കാണും, എപ്പോഴും കൂടെ കാണും. നമ്മുടെ ചാനൽ മൂവി വേൾഡ് മിനി സ്ക്രീനും കൂടെ കാണും. മൂവി വേൾഡ് മിനി സ്ക്രീനിന് എല്ലാവിധ ആശംസകളും. അത് മാത്രമല്ല ചേട്ടാ, ഇനി അടുത്ത വർഷം വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒക്കെ വയസ്സ് പ്രായം കുറഞ്ഞു വരട്ടെ. ഉറപ്പായിട്ടും വരും, കുറയ്ക്കണം. എന്നിട്ട് കുറേ സിനിമകളിലേക്ക് ഉടക്കം എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒരു ആധിപത്യമായി മാറിയിരിക്കുകയാണ്. ചേട്ടൻ്റെ മാത്രം ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനകത്ത് വലുതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ആരും. അങ്ങനെ തന്നെ പോട്ടെ, സിനിമയിലേക്ക് നന്നായിട്ട് വരട്ടെ. ഒരു പിന്നെ ഈ പറഞ്ഞത് അവാർഡൊക്കെ ഒരുപാട് ഇനിയും വാങ്ങിക്കണം, ഇനിയും മേടിക്കും. അങ്ങനെ സാധനം മീൻസ് നമ്മൾ ഒരു കാര്യം സത്യത്തിൽ ഭാഗ്യതാണ്. നമ്മൾ അഭിനയിച്ച സീരിയലിലോ സിറ്റ്കോം ആണെങ്കിലും എല്ലാം 1000 കഴിഞ്ഞങ്ങ് പോകുന്നുണ്ട്. 3000ങ്ങളുടെ ഒരു നിറവിലാണ് നിൽക്കുന്നത്. ആ 1000ന്റെ കൂടെ ചെറിയൊരു ബ്ലാക്ക് ലേഡിയോ അങ്ങനെ ആരെങ്കിലും കയ്യിൽ കിട്ടട്ടെ എന്ന്. ബ്ലാക്ക് ലേഡി മനസ്സിലായി. അപ്പൊ അത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.